ഒരു തടവുകാരൻ എങ്ങനെയായാലും പുറത്തിറങ്ങണം എന്ന് ഉറപ്പിച്ചു. എല്ലാ ദിവസവും അവൻ ശരീരം മുഴുവൻ ഉപയോഗിച്ച് ആ ഭിത്തിയിലിടിക്കും. ഒരു ദിവസം അത് തകർന്നു പോയാലോ എന്ന് കരുതിയാണ് അവൻ ഇത് ചെയ്തിരുന്നത്. ദിവസങ്ങളോളം അവൻ ഇങ്ങനെ ശ്രമിച്ചു. പക്ഷേ ഭിത്തിക്ക് ഒരു മാറ്റവും ഉണ്ടായില്ല. മറ്റു തടവുകാർ അവനെ കളിയാക്കി, കാവൽക്കാർ അവനെ ഭ്രാന്തനെന്ന് വിളിച്ചു. എന്നിട്ടും അവന്റെ വാശി ഒട്ടും കുറഞ്ഞില്ല. ഒരു ദിവസം മറ്റൊരു തടവുകാരൻ അവന്റെ ഈ സ്ഥിരമായുള്ള ശ്രമം കാണുകയും അവനും ഭിത്തിയിൽ അടിക്കാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോഴാണ് പെട്ടെന്ന് ഭിത്തിയിൽ ഒരു ചെറിയ വിള്ളൽ കണ്ടത്. അതോടെ അവരുടെ കണ്ണുകൾ തിളങ്ങി. അവർ കൂടുതൽ ഊർജത്തോടെ ശ്രമം തുടർന്നു. അധികം വൈകാതെ ഇവരുടെ ഈ പ്രവൃത്തി ജയിലിലെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. പതുക്കെ കൂടുതൽ തടവുകാർ അവരോടൊപ്പം ചേർന്നു. അവർ ഒരുമിച്ച് ഭിത്തിയിൽ ഇടിച്ചുകൊണ്ടിരുന്നു. ജയിൽ മുറ്റം ഒരു യുദ്ധക്കളം പോലെയായി. പക്ഷേ ആ കട്ടിയുള്ള കൽഭിത്തി കാരണം അവസാനം എല്ലാവർക്കും ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു. ക്ഷീണിച്ചും നിരാശരായും ഇത് നടക്കാത്ത കാര്യമാണ് എന്നുറപ്പിച്ച് മിക്ക തടവുകാരും പിന്നോട്ടു മാറി. അപ്പോഴാണ് ആകാശത്തുനിന്ന് പെട്ടെന്നൊരു വലിയ അലർച്ച കേട്ടത്. നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു യുദ്ധവിമാനം ജയിൽ മതിലിനടുത്ത് തകർന്നു വീണു. ആ ഭയങ്കരമായ സ്ഫോടനം നിലം കുലുക്കുകയും ഭിത്തിയിൽ ഒരു വലിയ വിള്ളലുണ്ടാക്കുകയും ചെയ്തു. കാവൽക്കാർ ഞെട്ടിപ്പോയി അനങ്ങാതെ നിന്നു. ആ തക്കം മുതലെടുക്കാൻ തടവുകാർക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. അലറി വിളിച്ചുകൊണ്ട് അവർ വിള്ളലിലേക്ക് പാഞ്ഞെടുത്തു. കൂട്ടത്തോടെ പുറത്തേക്ക് ഓട്ടി. അവരെ തടയാൻ കാവൽക്കാർ കിണഞ്ഞു പരിശ്രമിച്ചു. പക്ഷേ ആ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ആർക്കും തകർക്കാൻ കഴിയാതിരുന്ന ഭിത്തി ഒടുവിൽ വിധി കാരണം തകർന്നു. തടവുകാർക്ക് അവരുടെ സ്വാതന്ത്ര്യം ലഭിച്ചു.